ശ്രീ ഹരിദാസ്, കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ കലക്ടറുടെ ഒരു സർക്കുലർ ഇറങ്ങി. അതിൽ പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 16, 17 തീയതികളായി നടക്കുന്ന നവകേരള സദസ്സിൻ്റെ പ്രചരണാർത്ഥം ഡിസംബർ 15 വൈകിട്ട് 4 മണിക്ക് സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷൻ വഴി അബാൻ ജംഗ്ഷൻ വരെ വിളംബര ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ പരിപാടിയുടെ പ്രചരണാർത്ഥം ഈ വിളംബര ജാഥയിൽ മുഴുവൻ സർക്കാർ ജീവനക്കാരും പങ്കെടുക്കേണ്ടതും അതത് വകുപ്പുകൾ അവരവരുടെ ബാനറിന് പിന്നിലായി അണിനിരക്കേണ്ടതുമാണ്. ഇവ കാര്യക്ഷമമായി പ്രാവർത്തികമാക്കുന്നതിലേക്കായി അതത് ഓഫീസ് മേധാവികൾ ചുമതല നിർവഹിക്കേണ്ടതാണ്. അതൊന്ന് ഇന്നിപ്പോൾ ഇറങ്ങിയിരിക്കുന്നതാണ്. 15-12-2023 തീയതി നെടുമുടിയിൽ വെച്ച് നടക്കുന്ന നവകേരള സദസ്സിൻ്റെ ഭാഗമായി അന്നേ ദിവസം ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 9 മണി വരെ മങ്കൊമ്പ് ജംഗ്ഷനും കൈതവനക്കും ഇടയിൽ AC റോഡിൽ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. ഗതാഗതം നിരോധിക്കുന്നു. സർക്കാർ ജീവനക്കാർ നിർബന്ധമായും വിളംബര ജാഥയിൽ പങ്കെടുക്കണം. തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ കുടുംബശ്രീക്കാർ, ഇവരെയൊക്കെ നിർബന്ധിച്ച് അതിൻ്റെ ശബ്ദ സന്ദേശങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ ഈ കാട്ടാക്കടലിൽ നിന്ന് വന്ന വാർത്തയാണ്. നവകേരള സദസ്സിനായിട്ട് വ്യാപകമായി പണം പിടുങ്ങുകയാണ്, ഭീഷണിപ്പെടുത്തി. അതായത് ഓരോ ചെലവിലേക്ക് ഇത്ര തരണം അത്ര തരണം എന്ന് പറഞ്ഞ് നിർബന്ധപൂർവം ഇവരെയെല്ലാം അവരുടെ വരുതിയിലാക്കിക്കൊണ്ട് ഈ നവകേരള സദസ്സിൻ്റെ വിജയത്തിനായി മികച്ച സംഘാടനമാണ് എന്ന ഖ്യാതിക്കായി ഇത്തരത്തിലുള്ള എല്ലാ വേലകളും ഇറക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇതിനെ ന്യായീകരിക്കുമ്പോൾ അത് നേരത്തെ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമായത്, ഇതിങ്ങനെ കാണിക്കണം, നമ്മളിതാ ഇങ്ങനെ വരികയാണ്, ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാക്കി അവതരിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന് മുജീബ് പറഞ്ഞതിൽ നിന്ന് തന്നെ എനിക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു. പോലും നമ്മൾ അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഈ പരിപാടി കാസർഗോഡ് നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം ആലപ്പുഴയിൽ എത്തുമ്പോൾ മനസ്സിലായില്ലേ, യാതൊരു പ്രയോജനവും ജനങ്ങൾക്കില്ലാത്ത ഒരു കർമ്മ പദ്ധതിയാണ് ഇവർ ഈ നടത്തിക്കൊണ്ട് വരുന്നത് എന്നും അതിൻ്റെ പേരിൽ വലിയൊരു പണപ്പിരിവ് നടത്താനുള്ള മറയാക്കാമെന്നുമുള്ളതാണ് ലക്ഷ്യം എന്നുള്ളതും നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ ഇവർ ആലുവയിലൊക്കെ എത്തിയപ്പോൾ അവിടെ ദഫ് മുട്ടും അതുമാതിരി തന്നെ കുക്കറി ഷോ ഒരു സംസ്ഥാന സർക്കാർ, ഇവിടെ ശ്രീ മുജീബ് റഹ്മാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ലോകത്തിൽ ആദ്യമായി ഒരു ക്യാബിനറ്റ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നു. അവരുടെ ലക്ഷ്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പരാതി സ്വീകരിക്കുക എന്നുള്ളത് ഇപ്പോൾ നവകേരള സദസ്സിൻ്റെ ഉദ്ദേശം 25 വർഷം കഴിഞ്ഞിട്ടുള്ള കേരളം പടുത്തുയർത്തലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു പരാജയമല്ലേ ശ്രീ മുജീബ് റഹ്മാൻ? നിങ്ങൾ 2 അഭിഭാഷകരുടെ ഇടയിലെ അഭിഭാഷകനല്ലാത്ത ഒരാളിരുന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, 7.5 വർഷം ഒരു തുടർഭരണം കിട്ടിയിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയിട്ട്, അതും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി, അതായത് അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മുടെ വില്ലേജ് ഓഫീസ് എടുത്ത വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, RDO, കളക്ടർ, ഇത്തരത്തിൽ മുകളിലേക്ക് പോകുന്ന വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തിനെ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 66% ശമ്പളം കൊടുത്ത് പോറ്റുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുള്ളൊരു സംസ്ഥാനത്ത് 7.5 വർഷമായിട്ടൊരു മുഖ്യമന്ത്രിക്ക് തോന്നുകയാണ് ഇവിടെ ജനങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നിട്ട് കാര്യങ്ങൾ വിശദീകരിക്കണം, അല്ലെങ്കിൽ ഞാൻ പരാതി സ്വീകരിക്കണം, ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കാൻ ഞാൻ തന്നെ 1 കോടി രൂപയുടെ പന്തൽ കെട്ടിയ പൗരപ്രമുഖരെ ഇരുത്തിയുള്ള ഒരു സദസ്സിൽ ഞാൻ തന്നെ വിശദീകരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ പരാജയമാണോ, ഒരു മന്ത്രിസഭയുടെ പരാജയമാണോ? അങ്ങ് ദയവ് ചെയ്ത് ഈ ചർച്ചയിൽ നേരത്തെ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും താങ്കൾ കേട്ടില്ല എന്ന് അടിച്ചു. എനിക്കതിൽ വിരോധമില്ല, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ല താങ്കൾ വന്നിരിക്കുന്നത്. പക്ഷേ ദയവ് ചെയ്ത് പറയൂ, ഇതൊരു മുഖ്യമന്ത്രിയുടെ പരാജയമല്ലേ, ഒരു മന്ത്രിസഭയുടെ പരാജയമല്ലേ ഈ വിളിച്ചോതുന്നത്? ജനങ്ങളിലേക്ക് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഇറങ്ങിച്ചെന്നിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ. ഇവിടെ നായനാർ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പാർട്ടി ഓഫീസിലെ ബെഞ്ചിലെ ബനിയനിട്ട് കിടന്നുറങ്ങുന്ന ഒരു ചിത്രം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, താങ്കൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. അതേ പാർട്ടി ഓഫീസിൻ്റെ പൊതു ടാപ്പിൽ പുറത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ കഴുകുന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ തരാം. EMS ഒരു തുണിക്കടയിലേക്ക് എഴുതി കൊടുത്തൊരു ലെറ്റർ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ നടക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞിട്ട്, ഈ വരുന്ന രാധ എൻ്റെ മകളാണ്, 2 ബോയിൽ സാരി അവർക്ക് കൊടുക്കുക, അടുത്ത മാസത്തെ ശമ്പളം കിട്ടിയാൽ ഞാൻ തരാം. ഇത്തരം കാര്യങ്ങളുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്ന ഒരു കേരളത്തിലെ ഇത്തരം ആർഭാടങ്ങളിൽ മാത്രം രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ താങ്കളെ പോലുള്ള ഒരു അഭിഭാഷകൻ എങ്ങനെയാണ് സാധിക്കുന്നത്? സുഹൃത്തെ, ഞങ്ങളിവിടെ കുട്ടികളെ കൊണ്ടുവന്ന് നിർത്തുന്നതിന്, കുട്ടികൾ മുഖ്യമന്ത്രിയെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട്, ഇത് വംശനാശം വരാൻ പോകുന്ന സിംഹവാലം കുരങ്ങൊന്നുമല്ലല്ലോ ഈ ബസ്സിൽ സഞ്ചരിക്കുന്ന 21 പേര്.
ഈ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടു നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? താങ്കൾ ഇവിടെ ബാലഗോകുലത്തിന്റെ പരിപാടി പറ്റി പറഞ്ഞു. എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല. കുട്ടികളെ വേഷം കെട്ടിച്ചിട്ട് 4 മണി കഴിഞ്ഞിട്ടായാലും പുറത്തേക്ക്. പക്ഷെ അവിടെ ഒരു കുട്ടിയെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നില്ല. ഭക്തിയുടെ പാരമ്യതയിലെത്തിയ ജനം അവർ സ്വയം ചെയ്യുന്നൊരു കാര്യമാണത്. എൻ്റെ കുട്ടിയെ കൃഷ്ണവേഷം കെട്ടിച്ചാൽ അവന് പുണ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് താങ്കളൊരു മുസ്ലിമാണ്. താങ്കളുടെ ഈ നബിദിന പരിപാടിക്ക് കൊച്ചുകുട്ടികളുടെ ദഫ്മുട്ടും കാര്യങ്ങളുമായിട്ടുള്ള യാത്രകൾ കാണാനുണ്ട്. അതും ആരും നിർബന്ധിച്ചിട്ടല്ല, എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് വരുന്നത്. ഇതല്ല, സർക്കുലർ ഇറക്കുകയാണ്. കുട്ടികളെ ഞാൻ വരുമ്പോൾ റോഡ് സൈഡിൽ കൊണ്ടു നിർത്തിയിട്ട് അഭിവാദ്യങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടില്ല. അധ്യാപകൻ പറയൂ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ എന്ന് പറയൂ. പാവങ്ങൾക്ക് അഭിവാദ്യങ്ങൾ എന്ന് വായ തുറന്ന് പറയാൻ പറ്റാ പ്രായമല്ല. എൻ്റെ വീട്ടിലുമുണ്ട് ഒരു 3 വയസ്സുകാരൻ. എനിക്കപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാകാത്ത, അത് പൂർണ്ണമായി ഉച്ചരിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതിലാണ് സുഹൃത്തെ ഞങ്ങൾക്ക് പരാതി. അത് നിർബന്ധപൂർവം തോക്ക് ചൂണ്ടുന്നില്ല കിം ജോങ് ഉന്നിനെ പോലെ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിൽ ഞാൻ പോകുന്നിടത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ എനിക്ക് അഭിവാദ്യം അർപ്പിക്കണമെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? താങ്കൾ നേരത്തെ ഒരു 8000 കാറിൻ്റെ കണക്ക് പറയുന്നത് കേട്ടു. ഞാൻ അതിലേക്കൊന്ന് ഇടപെടുകയാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ ദൂഷ്യവശങ്ങളെ എല്ലാം ഞാൻ വിമർശിക്കുന്ന വ്യക്തിയാണെന്ന് അനിൽ നമ്പ്യാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് 8000 കാറുകൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നീളം താങ്കൾക്ക് അറിയുമോ? 2 മീറ്റർ വെച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 16 കിലോമീറ്റർ വരും. താങ്കൾ ഈ സംസാരിക്കുമ്പോൾ ഞാൻ ഈ കാൽക്കുലേറ്ററിൽ അത് കണക്കൂട്ടുമായിരുന്നു. 16 കിലോമീറ്ററിൽ ഒരു വാഹന നിര ഉൾപ്പെടുത്തിക്കൊണ്ട് ഏത് നേതാവാണ് സുഹൃത്തെ ഇന്ത്യയിൽ സഞ്ചരിക്കുക? എന്ത് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിട്ടില്ലെന്നാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചത്. എന്ത് വിവരാവകാശ നിയമപ്രകാരമാണ് മറുപടി തരിക? 8000 വാഹനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രധാനമന്ത്രി സഞ്ചരിച്ചു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല, ഒരു നേതാവ് സഞ്ചരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ എങ്ങനെയാണ് സാധിക്കുക? അതിൽ താങ്കൾ തിരുത്തണം. 8000-ൽ നിന്ന് ഈ ചർച്ച കഴിയുന്നതിന് മുമ്പ് അങ്ങ് ദയവ് ചെയ്ത് ഒരു 0 കുറയ്ക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി രാജ്യങ്ങൾ സന്ദർശിച്ചു. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി സഞ്ചരിക്കാതെ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രശസ്തി, അല്ലെങ്കിൽ രാജ്യം ചെയ്യുന്ന കാര്യങ്ങൾ, രാജ്യത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്തിലേക്ക് ഒഴുകി വരേണ്ട വിദേശ പണത്തിൻ്റെ കാര്യങ്ങൾക്ക് ഒരു അവസാനമാകുക? അദ്ദേഹം ടൈം സ്ക്വയറിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു ഇരുമ്പ് കസാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളും തയ്യാറായിട്ടില്ല. അദ്ദേഹം ചെല്ലുന്ന രാജ്യങ്ങളിലെ എയർപോർട്ടിൽ ആ രാജ്യത്തിൻ്റെ മുഖ്യമായ ഭരണാധികാരി സൗദി രാജാവ് ഒരിക്കലും, അദ്ദേഹം ഇനിയിപ്പോൾ ഏത് രാജ്യത്തിൻ്റെ രാജാവ് വരട്ടെ, അദ്ദേഹം ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാറില്ല. നരേന്ദ്രമോദിയുടെ ഭരണശൈലിയെ അങ്ങേയറ്റം വിമർശിക്കുന്ന ഞാൻ പറയുന്നു, ഇതൊക്കെ ആദരവോടുകൂടി കാണേണ്ട കാര്യങ്ങളല്ലേ? അപ്പം നരേന്ദ്രമോദി ആയാലും മൻമോഹൻ സിംഗ് ആയാലും, എന്തിന് 13 മാസം ഭരിച്ച ദേവഗൌഡ ആയാലും, ഒരു രാജ്യത്തിൻ്റെ പ്രശസ്തിയും രാജ്യത്തിൻ്റെ ആവശ്യങ്ങളും പുറമെ നിറവേറ്റാൻ വേണ്ടി രാജ്യം സഞ്ചരിക്കുന്നതിനോടും ഒരു മുഖ്യമന്ത്രിയെ സംസ്ഥാനം പോറ്റാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ വക്കീലെ താങ്കൾ മനസ്സിലാക്കണം, 35,000 രൂപയായിരുന്നു നമ്മുടെ ആളോഹരി, ഒരു തലയ്ക്കുള്ള കടം. ആ 35,000 രൂപ താങ്കൾ ഈ പറയുന്ന മുഖ്യമന്ത്രി എത്തിച്ചിരിക്കുന്നത് 1.25 ലക്ഷം രൂപയിലാണ് എത്തിച്ചിരിക്കുന്നത്. ഒരു ആളോഹരി കടത്തിൻ്റെ ഡെപ്ത് എത്തിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ ഇവിടുത്തെ പൊതുകടം 85,000 കോടി രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് 3.25 ലക്ഷം കോടി രൂപയായി മാറ്റിയതിനാണോ താങ്കൾ ഈ കേന്ദ്രം കൊടുക്കുന്ന എല്ലാ അവാർഡുകളും എത്തിച്ചേരുന്നത് ഈ കേരളത്തിലേക്കാണെന്ന് അഭിമാനം കൊള്ളുന്നത്? താങ്കളൊരു കാര്യം മനസ്സിലാക്കുക, ഭക്ഷ്യലഭ്യതയുടെ കാര്യത്തിൽ 6ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഇന്ന് 9ാം സ്ഥാനത്തായതാണോ ഞങ്ങൾ ഇദ്ദേഹത്തെ പുകഴ്ത്തേണ്ടത്? താങ്കൾ സ്വിമ്മിംഗ് പൂൾ പണിതതും മതിലെ പൊളിച്ചു പണിതതും തൊഴുത്ത് പണിതതും അതുമായി തന്നെ വാഹന വ്യൂഹങ്ങൾക്കും പുതിയ വാഹനങ്ങൾ വാങ്ങാനും ലിഫ്റ്റ് പണിതതും ഒക്കെയായിട്ട് ഈ മുഖ്യമന്ത്രിക്ക് ഈ പാവപ്പെട്ട കേരളം ഞാനടങ്ങുന്നവർ കൊടുക്കുന്ന നികുതിയുടെ 1 ലക്ഷം രൂപ പ്രതിദിനം ചെലവാക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രധാനമന്ത്രി ലോകം ചുറ്റാൻ വേണ്ടി ചെലവാക്കട്ടെ സുഹൃത്തെ. നമുക്കതിൽ എന്താണ്? പ്രധാനമന്ത്രിയല്ലേ? അപ്പം ഇതിനെയാണോ കേരളത്തിനാണ് എല്ലാ അവാർഡുകളും വന്നു ചേരുന്നതെന്ന് ഇവിടുത്തെ പോലീസിൻ്റെ ദുർബലാവസ്ഥയെ കുറിച്ചിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താങ്കൾ അത് പറയുമോ? ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസായിരുന്നു കേരളത്തിൻ്റെ. സ്കോട്ട്ലാൻഡ് യാർഡിൽ പോയി പരിശീലനം സിദ്ധിക്കാതെ തന്നെ മണത്തെറിഞ്ഞ് കാര്യങ്ങൾ പിടിക്കുന്ന ഒരു സംസ്ഥാന പോലീസിനെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് 1000 AI ക്യാമറകളും 1000 CCTVകളും ഉള്ള ഒരു സംസ്ഥാനത്ത് ആ കുട്ടിയെ തിരിച്ചു പിടിക്കാൻ 24 മണിക്കൂർ സമയം വേണ്ടി വന്നു എന്ന് മാത്രമല്ല, പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടുകഥയിൽ വിശ്വസിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇരിക്കേണ്ടി വന്നതും ഇവിടെ ഒരു പുരാവസ്തു തട്ടിപ്പുകാരൻ്റെ കേന്ദ്രത്തിൽ ഇവിടുത്തെ DGP അടക്കമുള്ളവർ പോകാനുണ്ടായ സാഹചര്യവും ഈ ഭരണപരാജയമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചാൽ അതിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ സുഹൃത്തെ? അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്തോ 1-2 അവാർഡുകൾ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലൊന്നും ഊറ്റം കൊള്ളരുത്. ശ്രീ ഗോപാലകൃഷ്ണൻ
അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്, വളരെ വിനീതനായിട്ട് ചോദിക്കുകയാണ്. താങ്കൾ വലിയൊരു കുറ്റപത്രം നിരത്തി, ഞാനും അതിരുന്ന് വായിക്കുകയും ഞാൻ കേൾക്കുകയായിരുന്നു. താങ്കൾ സംസാരിക്കുന്നതിന് മുമ്പ് ശ്രീ അനിൽ നമ്പ്യാർ എന്ന സമയത്ത് ഞാനും വലിയൊരു കുറ്റപത്രം ഈ സംസ്ഥാന സർക്കാരിനെതിരെ നിരത്തി. എന്നിട്ട് താങ്കളുടെ രാഷ്ട്രീയ പാർട്ടി ഇതിനെതിരെ എന്താണ് ഇവിടെ ചെയ്യുന്നത്? കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം നിരാശരാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. അത് അങ്ങുകൂടി മനസ്സിലാക്കണം. അതായത് ഇത്തരത്തിലുള്ളൊരു ദുർഭരണം 35 വർഷം ബംഗാളിനെ നശിപ്പിച്ചപ്പോൾ അവിടെ ഒരു മമതാ ബാനർജി ഗുണ്ടായിസത്തിലൂടെയാണെങ്കിൽ പോലും കാര്യങ്ങൾ നടത്താൻ ഉയർന്നു വന്നത്. പിന്നീടാണ് വി ഡി സതീശൻ പറഞ്ഞത് റോഡ് പണിക്ക് കണ്ട ലോക്കൽ സെക്രട്ടറിയോട് അതിനെ പറിച്ചിട്ട് അയ്യോ ഇത്തരത്തിലൊരു ഗതികേട് വന്നു നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ഏരിയ സെക്രട്ടറി ഇവിടെ ചായക്കടയിൽ ചായ അടിക്കേണ്ട ഗതികേടിലേക്ക് CPM-നെ എത്തിച്ചത് മമതാ ബാനർജി എന്ന കാര്യം നമ്മൾ അനുസ്മരിക്കുമ്പോൾ തന്നെ താങ്കളുടെ പാർട്ടി ഇത്തരത്തിലൊരു ദുർഭരണം, ഇത്തരത്തിലൊരു ധൂർത്ത്, ഇത്തരത്തിലൊരു കെടുകാര്യസ്ഥത, ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതം കാണുന്ന ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ താങ്കളുടെ പാർട്ടി ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് സുഹൃത്തെ? ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി അങ്ങേയറ്റം ദുർബലരാണ്. ഇവിടെ മമതാ ബാനർജിയുമായി ഒരു തൃണമൂൽ കോൺഗ്രസ് ഉയർന്നു വരാനില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുറ്റപത്രം നിരത്തുമ്പോൾ താങ്കൾക്ക് ഇനി ചാൻസ് കിട്ടിയാൽ ജനത്തിൻ്റെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഇത്തരത്തിലൊരു ദുർഭരണത്തിനെതിരായിട്ടും ഇത്തരത്തിലുള്ള നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ദൂർത്തിനെതിരായിട്ടും നിങ്ങളുടെ പാർട്ടി എന്ത് ചെയ്തു എന്നൊരു 2 വാക്കിലൊരു മറുപടി തരാൻ ഞാൻ അങ്ങയോട് ദയവ് ചെയ്ത് അപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ ജനങ്ങൾ നിരാശരാകും. അതുമാതിരി തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ മുജീബ് റഹ്മാൻ, ഈ ചർച്ചയുടെ പ്രധാന കണ്ണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി ചോദിച്ച ചോദ്യമാണ്, എന്തിനാണ് മതിൽ പൊളിക്കുന്നത്? താങ്കൾ ഒരുപാട് വിശദീകരണങ്ങൾ നൽകി. എനിക്ക് ഈ പ്രേക്ഷകരുടെ മറുപടികൾ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കൂ, ആ കോടതി ചോദ്യത്തിന് താങ്കൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? സ്കൂളുകളുടെ മതിൽ പൊളിച്ചും സ്കൂളുകളുടെ ഗേറ്റ് പൊളിച്ചും ഈ നവകേരള സദസ്സിനെ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഈ നവകേരള സദസ്സിലൂടെ, എന്ത് സേവനമാണ് നിങ്ങൾ നൽകാൻ പോകുന്നത്? ഇവിടെ ജനങ്ങൾ നെട്ടോട്ടോടുകയാണ്. താങ്കൾക്ക് അറിയോ വില്ലേജ് ഓഫീസിലേക്ക് എന്തിനാണെന്നറിയോ? അവൻ്റെ പാരമ്പര്യമായിട്ട് അവൻ്റെ കുടുംബം കൊണ്ടു നടന്നേർന്ന പാരമ്പര്യ സ്വത്തുക്കൾ ഒരു റീസർവേ വരുത്തി വെച്ച വിനയിൽ അവൻ്റേതല്ലാതായി മാറി. അല്ലെങ്കിൽ അത് പുരയിടം എന്നത് കൃഷിഭൂമിയായിട്ട് മാറി. ഭൂമി തരം മാറ്റൽ എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു പ്രക്രിയയ്ക്ക് തങ്ങളുടെ ഭൂമി തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജനങ്ങൾ ഓടി നടക്കുകയാണ് ഇവിടെ. അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഏജന്റുമാർ പ്രത്യക്ഷപ്പെട്ട് സകല സ്ഥലത്തും ബാനർ സ്ഥാപിച്ചിരിക്കുകയാണ്. കൺസൾട്ടൻസിക്ക് വേണ്ടി വിളിക്കുക. അവരെ വിളിച്ചാൽ ഒന്നുമല്ല അവർ പറയണത്, ഇത്ര രൂപ തരൂ, ഞങ്ങളിത് മാറ്റിത്തരാം. അങ്ങനെ ഏജന്റുമാർ ഇറങ്ങിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ഒരു ഭൂമി തരം മാറ്റലില്ലേ നിങ്ങളുടെ ഈ നവകേരള യാത്ര തിരുവനന്തപുരത്തെത്തിയ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുമെന്ന് പറയാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നു, സാധിക്കില്ല സുഹൃത്തെ. ഇനി ഒരു 25 കൊല്ലം ഞാൻ പിണറായി വിജയന് ദീർഘായുസ് നേരുന്നു. അദ്ദേഹം ഒരു 120 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ. ഇനിയും പിണറായി വിജയൻ 5 ടേം ഇവിടെ മുഖ്യമന്ത്രിയായാൽ പോലും പരിഹരിക്കപ്പെടാനാവാത്ത പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. അതൊരു നവകേരള സദസ്സ് കൊണ്ട് തീർക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അനിൽ നമ്പ്യാർ, ഞാൻ നിർത്തുകയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ. 2ാം വാർഷികം പിണറായി വിജയൻ 2ാമത്തെ സർക്കാരിൻ്റെ 2ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഓരോ കവലകളിലും നാട്ടിയിട്ടുള്ള ഒരു ഫ്ലക്സ് ബോർഡ് ഉണ്ട്, 5 ആൾ ഉയരത്തിലെ, അത്രയും വലുതായിട്ടാണ്. പരാതിരഹിത കേരളം, പട്ടിണിരഹിത കേരളം. എത്ര പച്ചക്കള്ളമായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലേ 3,56,000 പരാതികൾ കിട്ടിയതോടെ പൊളിഞ്ഞിരിക്കുന്നത്. പട്ടിണിരഹിത കേരളം എന്ന് നിങ്ങൾ എഴുതി വെച്ചത് നുണയാണെന്ന് 3 ആഴ്ച മുമ്പ് ഈ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസംഗമില്ലേ? അതായത് 2026 അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറും. അതിദരിദ്രർ, അപ്പോഴും ദരിദ്രർ അവിടെ നിൽക്കുകയാണ്. അപ്പൊ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് ഒരു ഭാഗത്ത് പറയുന്നു, പരാതിരഹിത കേരളം എന്ന് ഒരു ഭാഗത്ത് പറയുന്നു, ഒരു ഭാഗത്ത് ഫ്ലക്സ് വയ്ക്കുന്നു. പരാതിരഹിത കേരളം, പട്ടിണിരഹിത കേരളം ഒരു ഭാഗത്ത് പറയുന്നു. ഇവിടെ അതിദരിദ്രരുണ്ട്, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ പരാതികളുണ്ട്. എന്തിനാണ് ജനങ്ങൾ ഇത്തരത്തിൽ വിഡ്ഢികളാക്കുന്നത്? ഞങ്ങൾ ആരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിനെതിരല്ല. കൃഷിഭൂമിയിൽ അവനിഷ്ടപ്പെട്ട വാഴ വെച്ചപ്പോൾ അത് വെട്ടി നശിപ്പിച്ചവരാണ് നിങ്ങൾ. ആകാശത്തേക്ക് വാണം വിട്ട ജനങ്ങളുടെ പട്ടിണി മാറുമോ എന്ന് ചോദിച്ച് ISROയെ കൊച്ചാക്കിയവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഗെയിൽ പദ്ധതിക്കെതിരെ ഇവിടെ മനുഷ്യച്ചങ്ങല തീർത്ത മുഖ്യ പങ്കുവഹിച്ചൊരു വ്യക്തിയാണിന്ന് വ്യവസായ വകുപ്പിന്റെ പ്രധാന മന്ത്രിയായിട്ട് ഇരിക്കുന്നത്. ട്രാക്ടറിനെ എതിർത്തു, കമ്പ്യൂട്ടറിനെ എതിർത്തു. ആ കമ്പ്യൂട്ടറിനെ എതിർത്തതിന്റെ അനന്തര ഫലത്തെ കുറിച്ചിട്ട് അത് ശരിയായി എന്ന് വിചാരിക്കുക. കമ്പ്യൂട്ടർ വേണ്ട എന്ന് വിചാരിക്കുക. താങ്കൾക്കും എനിക്കും ഈ ചർച്ച നടത്താനുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നോ? ഒരു സ്റ്റേഡിയം, കരുണാകരന്റെ കനിവുകൊണ്ട് കൊച്ചിയിൽ ഒരു സ്റ്റേഡിയം വരാൻ പോകുന്നതിനെ പോലും എതിർത്തവരാണ്. മെട്രോയെ എതിർത്തവരാണ്. മെട്രോയെ എതിർത്തുകൊണ്ട് എൻ്റെ കൂടെ ചാനൽ ചർച്ചയിൽ ഇപ്പോഴത്തെ കൊച്ചിൻ മേയർ പങ്കെടുത്തിട്ടുണ്ട്. മെട്രോയെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാനും എതിർത്തിട്ട് സംസാരിച്ച വ്യക്തിയാണ്. ഇന്നും ഞാൻ മെട്രോയെ എതിർക്കുന്നു.
സുഹൃത്തെ, നിങ്ങൾ ന്യായീകരിച്ചോളൂ. ആ ന്യായീകരണത്തിൽ മറ്റുള്ളവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ന്യായീകരണം നടത്തുന്നത്, എതിർക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണം. ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഭരണമല്ല, മാരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്ന് ദയവ് ചെയ്ത് അങ്ങ് മനസ്സിലാക്കണം. യെസ് ഹരിദാസ്. മുജീബ്, മറുപടി പറയാൻ ഒത്തിരിയുണ്ട്. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് മുജീബ്, നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തിനാണ് മതിലുകൾ പൊളിക്കുന്നത് എന്നതിന് ഉത്തരം കിട്ടിയിട്ടില്ല. മാത്രമല്ല, പരാതികളുടെ എണ്ണം, പരാതികളുടെ പ്രവാഹമാണ് കേരളത്തിൽ. അപ്പോൾ സ്വയം പരാജിതനാണ് എന്ന് മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, അങ്ങ് അതിന് ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് ബഹുമാന്യനായ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട BJP-യുടെ മറ്റുള്ളവർക്ക് ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞൊരു കണക്ക് പറഞ്ഞു. BJP-യുടെ നേതൃത്വത്തിലുള്ള RBI പുറത്തിറക്കിയ കണക്കായിരിക്കും അദ്ദേഹം പറഞ്ഞത്. പക്ഷെ രാജ്യത്തിന്റെ RBI, നമ്മുടെ ഇന്ത്യയുടെ RBI ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഒരു കണക്ക് പുറത്തിറക്കിയിരുന്നു. ആ കേന്ദ്രമന്ത്രി അറിയാതിരിക്കുന്ന നിർമ്മലാ സീതാരാമൻ, ആ നിർമ്മലാ സീതാരാമന് പാർലമെന്റ് അംഗമായിട്ടുള്ള വേലുസ്വാമി ഒരു ചോദ്യം ചോദിച്ചു ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ ജൂലൈയില്. ആ ജൂലൈയിൽ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനങ്ങൾ ഏതായിരുന്നു എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തില് നിങ്ങൾ പറയുന്നത് പോലെ കരുതുമ്പോൾ കേരളമായിരിക്കും ഒന്നാം സ്ഥാനത്തെന്നാണ് ഈ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ ഡേറ്റ ഒന്ന് RBIയുടെ ഡേറ്റ നോക്കിയപ്പോ കാണുന്നത് ശ്രീ ഗോപാലകൃഷ്ണൻ വക്കീലെ, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏത് സംസ്ഥാനമാണെന്ന് അറിയാമോ? താങ്കളുടെ ഉത്തർപ്രദേശാണ് 6.29. രണ്ടാമത് നിൽക്കുന്ന തമിഴ്നാട്, മഹാരാഷ്ട്ര, ബംഗാള്, രാജസ്ഥാന്, കർണാടക, ഗുജറാത്ത്, ആന്ധ്ര. അത് കഴിഞ്ഞിട്ടാണ് സാർ 9ാം സ്ഥാനത്താണ്. അങ്ങ് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന നമ്മുടെ കൊച്ചു കേരളം നിൽക്കുന്നത് 9ാം സ്ഥാനത്താണ്. ഏതെങ്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയച്ചു തരുന്ന വ്യാജ വാർത്തകൾ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചയ്ക്കകത്തിരിക്കുമ്പോഴേ ഇതൊക്കെ നോക്കാന് ഗൂഗിൾ എന്ന് പറയുന്ന സംവിധാനം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ കണക്ക് തരുന്നത് സാർ. അങ്ങാണ് ആദ്യം മാപ്പ് പറയേണ്ടത്. വ്യാജ കണക്കുകളുമായി മറുപടി പറയട്ടെ അഡ്വക്കേറ്റ് മുജീബ്. മറുപടി പറയുന്നുണ്ട്, പങ്കെടുത്തുകൊണ്ട് പറയുന്നത് മറുപടി പറയുന്നുണ്ട്, പറയട്ടെ. പറയാം. അനിൽ നമ്പ്യാർ അനുവദിക്കാണ് മറുപടി പറയാം. പറയാൻ അനുവദിക്കൂ. അനിൽ നമ്പ്യാർ അനുവദിക്കാണ് മറുപടി പറയാം. യെസ് മുജീബ്, ഒരു നിമിഷം. ഓക്കെ. എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ്, അങ്ങ് നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ്. നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും വേണം. പക്ഷേ ഏറ്റവും അവസാനത്തെ റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ട് താങ്കൾ വായിച്ചിട്ടുണ്ടാവില്ല. താങ്കൾ അത് വായിക്കണം. ഇല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിക്കണം. റിസർവ് ബാങ്ക് പറയുന്ന അവസാനത്തെ റിപ്പോർട്ട് ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളാണ് സാമ്പത്തികമായിട്ട് ഏറ്റവും... ഞാനൊന്ന് പറയട്ടെ വക്കീലെ, ഞാനൊന്ന് പറയട്ടെ വക്കീലെ, ഒന്ന് അനുവദിക്കൂ. ഞാനൊന്ന് സാമ്പത്തിക സാമ്പത്തിക വർഷത്തിലെ ഇതേവരെ പുറത്തിറക്കിയിട്ടുണ്ട്. മുജീബ് ഒന്ന് അടങ്ങും. മുജീബ് ഒന്ന് പറയട്ടെ വക്കീലെ, ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞോളൂ വക്കീലെ, ഞാനൊന്ന് പറയട്ടെ. ഇനി വക്കീൽ പറഞ്ഞിട്ട്, ഞാൻ വിത്ത് പെർമിഷനല്ലേ ചോദിച്ചേ. ആ പെർമിഷൻ വക്കീൽ തരില്ലെങ്കിൽ ഞാൻ പറയില്ല. വക്കീൽ പറഞ്ഞോളൂ. പെർമിഷൻ തരികയാണെങ്കിൽ ഞാൻ പറയാം. റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 5 സംസ്ഥാനങ്ങളാണ് സാമ്പത്തികമായി കടബാധ്യതയിൽപ്പെട്ട് ഏറ്റവും കൂടുതൽ കടബാധ്യതയിൽപ്പെട്ട് നിൽക്കുന്ന 5 സംസ്ഥാനങ്ങളാണ്. ആ 5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്, പ്രധാനപ്പെട്ട ഒന്ന്. അതായത് ഈ 5 സംസ്ഥാനങ്ങളെ എടുക്കുമ്പോൾ ഈ 5 സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ നോക്കണം. ഈ 5 സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ, അതിൻ്റെ ഭൂപരിധി കണക്കിലെടുക്കുമ്പോൾ, അതിൻ്റെ വിസ്തൃതി കണക്കിലെടുക്കണം. അങ്ങനെയൊക്കെ കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ കമ്പയർ ചെയ്യാൻ. നിങ്ങൾ UP കേരളവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്തൊരു ഫുളിഷ്നെസ്സാണ്. 20 കോടി ജനങ്ങളുള്ള UP നിങ്ങൾ ഈ 3.5 കോടി ജനങ്ങളുള്ള ഈ കേരളവുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് പലപ്പോഴും. അത് തെറ്റല്ലേ? റിസർവ് ബാങ്ക് പറയുന്നത് 5 സംസ്ഥാനങ്ങളാണ്.
ആ 5 സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ആരോടെങ്കിലും ഇവിടെ ഇരുന്ന് ഞാനിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സാമ്പത്തിക വിദഗ്ധനെ വിളിച്ച് ചോദിക്കൂ. അവര് പറയുന്നതൊന്നും കേൾക്കണ്ട. പാർലമെന്റിൽ പറഞ്ഞോ അവിടെ പറഞ്ഞു നോക്കണ്ട. ഞാൻ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഞാനൊന്ന് പറയട്ടെ സാർ, ഞാൻ പറയട്ടെ സാർ, ഞാൻ പറയട്ടെ മിസ്റ്റർ വക്കീലെ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ തീരട്ടെ, ഞാനൊന്ന് പറഞ്ഞ തീരട്ടെ വക്കീലെ. പ്ലീസ് പ്ലീസ് പ്ലീസ്. വക്കീലെ ഞാനൊന്ന് പറഞ്ഞ് തീർന്നിട്ട് വക്കീൽ പറഞ്ഞോളൂ. അതായത് ഞാൻ സംസാരിച്ചത് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടാണ്. റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് താങ്കൾ വായിച്ചിട്ടുണ്ടോ? റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് എന്റെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. ഇതായിരിക്കുന്നു റിപ്പോർട്ട്. ഞാൻ ഈ റിപ്പോർട്ട് മുന്നിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്ന വാർത്തയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ട. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ, എന്നിട്ടല്ലേ പിന്നെ നിങ്ങൾ പറയുള്ളൂ. എന്റെ പൊന്നു ചുങ്ങാതി, ഞാനൊന്ന് പറയട്ടെ. എന്റെ പൊന്നു ചങ്ങാതി, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞില്ലേ. റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധന്റെ വീട്ടിൽ പോയി ഞാൻ ചോദിച്ചു മേടിച്ചതാണ്. ആ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ റിപ്പോർട്ടാണ് പറയുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് മുഴുവൻ ശരിയാണെന്ന് താങ്കൾ വിക്കിപീഡിയയിൽ വരുന്നത് മുഴുവൻ ശരിയാണെന്ന് താങ്കൾ പറയുന്നത് പോലെയാണ്. നിങ്ങൾ വിവരക്കേട് വിളിച്ചു പറയല്ലേ. ഞാനെന്ന് പറയട്ടെ മാഷ, നിങ്ങൾ എന്തോന്ന് എന്തെങ്കിലും സംസാരിച്ചോ? ഞാൻ പറയണില്ല. അതേപോലെ നിങ്ങൾ സംസാരിക്കും. രണ്ടുപേരോട് സംസാരിച്ച സമയം കണ്ടല്ലോ. RBIയുടെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യത 5 സംസ്ഥാനങ്ങൾക്കാണ്. പറഞ്ഞോളൂ. RBIയുടെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യത 5 സംസ്ഥാനങ്ങൾക്കാണ്. RBIയുടെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യത 5 സംസ്ഥാനങ്ങൾക്കാണ്. ആ 5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ്, ഞാനത് സൂചിപ്പിച്ചു. രണ്ടാമത്തേതാണ് ഹരിയാന. ഈ ഹരിയാനയും പഞ്ചാബും അടങ്ങുന്ന 5 സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് കേരളം. ആ കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ടതാ. നിങ്ങൾ പറയുന്നത് പോലെ 9 സംസ്ഥാനമല്ല. കടബാധ്യത പലർക്കും ഉണ്ടാവും. പക്ഷെ റിസർവ് ബാങ്ക് പറയുന്നത് ഏറ്റവും കൂടുതൽ അതികടം, അതിദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് പോലെ സാമ്പത്തിക നില ഏറ്റവും കൂടുതൽ തകർന്നത് 5 സംസ്ഥാനങ്ങൾക്കാണെന്നാണ് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട്. എൻ്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ട് വെച്ചാൽ ഞാൻ വായിക്കുന്നത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ട. ഇനി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഒരു കാര്യം പറയാം. 2000 25,751 കോടി. ഇപ്പൊ എത്രയാ? മിസ്റ്റർ ഹരിദാസ് നേരത്തെ പറഞ്ഞല്ലോ, ഈ പിണറായി വിജയന്റെ ഭരണം 2016 ഉമ്മൻചാണ്ടി വരുന്ന സമയത്ത് കടബാധ്യതയിൽ നിന്ന് 3 ഇരട്ടി കടമാണ് വർദ്ധിച്ചിരിക്കുന്നത്. 3.57 ലക്ഷം. ഇപ്പൊ അതും വർദ്ധിച്ച് ഏതാണ്ട് 4 ലക്ഷത്തിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്തും മണ്ണാങ്കട്ട കേരളത്തിൽ നടപ്പാക്കിയിട്ട്. ഞാൻ എൻ്റെ ഊഴമല്ല, പക്ഷെ എന്നാലും ഞാൻ പറയുക, നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രം. പിന്നെ എന്നെ ഇവിടെ എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ഹരിദാസ് ചോദിച്ചൊരു ചോദ്യത്തിന് അനിൽ നമ്പ്യാർ അനുവാദം തരികയാണെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഞാൻ പറയില്ല. കാരണം എൻ്റെ ഊഴമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഹരിദാസ് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിനും കൂടി മറുപടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം പ്ലീസ്. ശരി സാർ, എനിക്ക് ഇതിനകത്തിൽ ഗോപാലേശ്വർ സാറിന് ഞാൻ പറഞ്ഞില്ലേ, ഗോപാലേശ്വർ വക്കീലിന് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഗോപാലേശ്വർ വക്കീൽ ഇപ്പൊ പറഞ്ഞത് അദ്ദേഹം ഏതോ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് RBIയുടെ രേഖ വാങ്ങിയെന്നാ പറയുന്നത്. ശുദ്ധ കള്ളമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിലാണ് സാർ ഞാൻ കയറിയിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമുള്ള സാർ ഞാൻ പറഞ്ഞത് സാർ, അതെ ഞാനൊന്ന് പറഞ്ഞത് അതെ സാർ, അങ്ങ് ചർച്ചയ്ക്ക് ശേഷം അങ്ങ് എടുത്തു വെച്ചത് വായിച്ചു നോക്കുക. 2022-23 ബജറ്റിന്റെ എസ്റ്റിമേറ്റ് പ്രകാരം ഓരോ സംസ്ഥാനങ്ങളുടെ കണക്കുകളാണ് ഇവിടെ. നമ്മുടെ ചർച്ചാ വിഷയം ഇതല്ല. അഡ്വക്കേറ്റ് മുജീബ്, താങ്കൾ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഇല്ല, ഒളിച്ചോടുകയാണ്. ചോദിക്കുന്നു, കോടതിയുടെ ചോദ്യത്തിനുള്ള മറുപടി എന്താ നിങ്ങളുടെ? മതിലുകൾ പൊളിക്കുന്നതിന് തീർച്ചയായിട്ടും അതെ, അതിലേക്ക് വരികയാണ് സർ. കേരളത്തിലെ മതിലുകൾ പൊളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, പൊളിച്ചില്ലേ? എത്ര മതിലുകളാ പൊളിക്കുന്നു എന്ന് പറഞ്ഞത്?
രണ്ടോ മൂന്നോ മുജീബ്, അങ്ങനെയാണ് 2 3 മതിലേ പൊളിച്ചുള്ളൂ. ഇത് അയ്യോ തെറ്റിപ്പോയേ ക്ഷമിക്കണേ എന്ന് എന്തിനാണ് സർ പറഞ്ഞത്? സർക്കാരിന്റെ അഭിഭാഷകനല്ലേ പറഞ്ഞേ, പുറത്തുനിന്ന് ആരും വന്നിട്ടില്ലല്ലോ പറഞ്ഞേ. തെറ്റിപ്പോയി പറ്റിപ്പോയി, അയ്യോ ക്ഷമിക്കണേ. നാളെ കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട്. അല്ല, അതായിക്കോട്ടെ. കേസ് പരിഗണിക്കുമ്പോഴേക്കും ഇതെന്താണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടുണ്ട്. മാവേലിക്കരയിലെ പ്രശ്നമാണ്, എന്റെ നാട്ടിലുണ്ടായ സംഭവമാണത്. മാവേലിക്കരയിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടുള്ളതാണ്. അത് അപകടകരമായ രീതിയിലാണ് മതിൽ നിൽക്കുന്നത്. അത് പൊളിച്ചു മാറ്റണം എന്നുള്ള ജില്ലാ കളക്ടർ അതിപ്പോഴാണ് മനസ്സിലായത്. നവകേരള ബസ് വരുമ്പോഴാണ് മനസ്സിലായത് ഇത് അപകടകരമായ ഇതിലാണ് പിന്നെ കടന്നത് എന്നുള്ളത്. അങ്ങനെയാണ് നേരത്തെ പൊളിക്കേണ്ടതല്ലേ? അതെ, അതാണല്ലോ പറഞ്ഞു വരുന്നത്. അല്ല, അത് നേരത്തെ പൊളിക്കേണ്ടതായിരുന്നില്ലേ? ബന്ധപ്പെട്ടുകൊണ്ട് യോഗം നടത്തുവാനായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് ആ സ്ഥലത്തിന്റെ, അതാണ് പറഞ്ഞു വരുന്നത്, ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ മതില് ജീർണാവസ്ഥയിലാണ്, വർഷങ്ങളുടെ കാലപ്പഴക്കമുള്ളതാണ്. അത് പൊളിച്ചു മാറ്റണം. സ്വാഭാവികമായി 10,000-കണക്കിന് ആൾക്കാർ തിങ്ങി നിറഞ്ഞു വരുന്ന ഒരു സ്ഥലത്തേക്ക് അവർ മതിലും ചാരി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദുരന്തമുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൂടിയാണ് ആ മതില് പൊളിച്ചു മാറ്റണമെന്ന് റിപ്പോർട്ട് കൊടുത്തത്. അപ്പൊ കൊല്ലത്തെ ക്ഷേത്രത്തിന്റെ മതിലോ? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മതിലുകളൊന്ന് മാറ്റാനായിട്ട് ജില്ലാ കളക്ടർ പറഞ്ഞത്. കൊല്ലത്തെ ക്ഷേത്രത്തിന്റെ മതിലോ, പെരുമ്പാവൂരിന്റെ മതിലോ, സ്കൂളിന്റെ മതിലോ, അതെല്ലാം ജീർണാവസ്ഥയിലാണോ? അതെ, അതും എല്ലാം ജീർണാവസ്ഥയിലാണോ? പിന്നെ ചിലയിടങ്ങളിൽ സ്വാഭാവികമാണ്, ഗവൺമെന്റിന്റെ ഒരു പരിപാടിയാണിത്. ഇതാരുടെ പാർട്ടി പരിപാടിയല്ല, CPM-ന്റെയോ CPI-യുടെയോ ഒന്നും തന്നെ പരിപാടികളല്ല, മറിച്ച് ഇതൊരു ഗവൺമെന്റിന്റെ പരിപാടിയാണ്. നേരത്തെ ഗവൺമെന്റിന്റെ പരിപാടിയാണെങ്കിൽ പൊളിക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നിരിക്കുന്നത്? അതാണല്ലോ ഗവൺമെന്റിന്റെ പൊളിക്കാനും നിർമ്മിക്കാനും പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കട്ടെ. മതിൽ പൊളിക്കാൻ വേണ്ടിട്ട് അവകാശം തന്നിരിക്കുന്നത്. അതെ അതെ, അതിനാണല്ലോ ഇന്ത്യൻ ഭരണഘടനയുടെ സംവിധാനം എന്ന് പറയുന്നത് മനസ്സിലാക്കണ്ടേ. ഗവൺമെന്റിന് അതിനുള്ള അധികാരമുണ്ട്. ഗവൺമെന്റിന് അത്തരത്തിലുള്ള നയപരിപാടികളുടെ ഭാഗമായിട്ട് മതിലുകൾ എപ്പോ വേണമെങ്കിലും പൊളിക്കാനുള്ള അധികാരമുണ്ടോ? പറഞ്ഞോട്ടെ, ഒരു സ്കൂള് അപകടകരമായ ഭരണഘടനയുടെ പേജ് ഒന്ന് പറയൂ താങ്കള്. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്? അതേ പറഞ്ഞല്ലോ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഗവൺമെന്റിനുള്ള അധികാരങ്ങളുണ്ട്. ആ ഗവൺമെന്റിനുള്ള വിവേചനാധികാരങ്ങളുണ്ട്. ഒരു ഗവൺമെന്റിന്റെ അധികാരങ്ങൾ ആ ഗവൺമെന്റിന്റെ പരിപാടിക്കായിട്ട് സ്വാഭാവികമായിട്ട് ഉപയോഗപ്പെടുത്താം. അവിടെ അപകടകരമായ രീതിയിലാണ് മതിൽ നിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചു നീക്കാനായിട്ടുള്ള ഉത്തരവ് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിട്ടാണ് അവിടെ പൊളിച്ചു നീക്കിയത്. സ്വാഭാവികമായും വലിയൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ മുജീബ്, താങ്കൾ ഒരു അഭിഭാഷകനാണ്, എന്തുകൊണ്ട് ഈ വാദം ഇന്ന് ഹൈക്കോടതിയിൽ ഉന്നയിച്ചില്ല? ഇങ്ങനെ പറഞ്ഞില്ല സാർ, ഇതൊക്കെ ജീർണാവസ്ഥയിലാണ്, അത് പൊളിക്കാൻ പറ്റിയ സമയമാണ്, ഇപ്പോ നവകേരള ബസ് വരുന്നത് കൊണ്ട് കൂടുതൽ ദുരന്തങ്ങളിലേക്ക് പോയരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ പൊളിച്ചു മാറ്റുന്നത്, എന്തുകൊണ്ട് പറഞ്ഞില്ല അഭിഭാഷകൻ? അതിനുമുമ്പ് ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ അഹമ്മദാബാദ് വന്നിരുന്നു. ട്രംപൊക്കെ വന്നിട്ടൊക്കെ പോയില്ലേ? ട്രംപേ പോയി പുറത്ത്. ഇത് പറ, ഇതിന് ഉത്തരം പറ. നിങ്ങൾ ഇങ്ങനെ ഒളിച്ചോളാണ്. എന്തുകൊണ്ട് അഡ്വക്കേറ്റ് മുജീബ് റഹ്മാന്റെ വാദം എന്തുകൊണ്ട് ഇന്ന് ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ ഉയർത്തിയില്ല? അത് പറ, അത് പറ. നിങ്ങൾ അത് പറയാനല്ലേ അവിടെ കോടതി എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ അന്തിമമായ ഉത്തരവല്ല സാർ. കോടതിയുടെ അന്തിമമായ ഉത്തരവ് വരട്ടെ. പരാമർശമാണ്. 200-ലധികം ആൾക്കാരെയാണ് കുടിയൊഴിപ്പിച്ചത് സാർ. പ്രധാനമന്ത്രി ആ മൂലംപള്ളിയിൽ കുടിയൊഴിപ്പിച്ചവർ ഇപ്പോഴും അവിടെ അവർക്ക് ഭൂമിയൊന്നും ഇല്ലാതെ പുറത്ത് കിടക്കുകയാണ്. നിങ്ങൾ അതൊന്നും മറക്കരുത്. ആ കുടിയൊഴിപ്പിക്കലിനെ കുറിച്ചൊന്നും പറയരുത് ദയവ് ചെയ്തിട്ട്. യെസ്, അവസാനിച്ചോ? ഞാൻ പോട്ടെ. അല്ല, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഹരിദാസ് ചോദിച്ച ചോദ്യത്തിന് മറുപടി. എന്തുകൊണ്ട് BJP ഇത്തരം പ്രവർത്തനങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്നില്ല? അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എന്റെ ചോദ്യം കേട്ടോ? ഹരിദാസിന്റെ ചോദ്യത്തിന് മറുപടി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, താങ്കൾ കേൾക്കുന്നില്ലേ? ഞാൻ അഡ്വക്കേറ്റ് മുജീബ്. ഹരിദാസ്, താങ്കളുടെ ആ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പല ആൾക്കാരും സ്വാഭാവികമായും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിട്ട്
ഒരുപക്ഷെ താങ്കളത് കേൾക്കില്ല. എന്താ പറഞ്ഞേ? പറഞ്ഞോ കേൾക്കുന്നുണ്ട്, ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ പ്ലീസ്. അതന്നെ ദാസിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. താങ്കൾ ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്, പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, സാങ്കേതികമായിട്ടുള്ളൊരു പ്രശ്നം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞാൻ ആ ചോദ്യം ആണ് ഉത്തരം പറയുന്നത്. ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. താങ്കൾ മനസ്സിലാക്കണം, അതായത് രാഷ്ട്രീയമായിട്ട് CPM-കാർ നടത്തിയിട്ടുള്ള ഈ നവകേരള സദസ്സ്, ഞാൻ അതിലേക്ക് തന്നെ വരാം. ആ നവകേരള സദസ്സിന് പകരമായിട്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടി ജനസദസ്സ് സംഘടിപ്പിച്ചിരുന്നു. നവകേരള സദസ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ ഇടതുപക്ഷം ഉയർത്തിയത്, ആ ഉയർത്തിയതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് ജനസദസ്സ് BJP സംഘടിപ്പിച്ചു. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിരവധി സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും വളരെ ശക്തമായി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ പോലെയോ അല്ലെങ്കിൽ CPM-നെ പോലെയോ ഞങ്ങൾക്ക് അതിനുള്ള പ്രചരണങ്ങൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ തരുന്നില്ല. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം, ഈ കോൺഗ്രസ്സുകാർ കരിങ്കൊടി ഉയർത്തിയില്ലായിരുന്നെങ്കിൽ ഈ സദസ്സ് ഒരു ഊപ്പ സദസ്സായി മാറിയേനെ, ജനങ്ങൾ വെറുത്ത സദസ്സായി മാറിയേനെ. ഈ അവിടെ ഇവിടെ നിന്ന് ഈ കരിങ്കൊടി ഉയർത്തിയത് കൊണ്ടാണ് കേരളം മുഴുവനും ഈ സദസ്സ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായി മാത്രം മാറേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ എല്ലാ സ്ഥലത്തും അതിശക്തമായ ബഹളം വെച്ചു വല്ലാതെ നടക്കുന്നതും ഒരു രാഷ്ട്രീയമാണ്. വല്ലാതെ നടക്കാതെ മൗനമായിട്ട് വളരെ ശാന്തമായിട്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ, ഈ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുക, അവരുടെ മനസ്സിൽ അത് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ മനസ്സിൽ ആ വിഷയം കൊണ്ടുവരിക, അവരെ ഉദ്ബുദ്ധരാക്കുക, അവരെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. വാസ്തവത്തിൽ BJP സംഘടിപ്പിക്കുന്നത് ജനസദസ്സിലൂടെ, ജനസമ്പർക്കത്തിലൂടെ, പഞ്ചായത്ത് തലത്തിലുള്ള പദയാത്രകളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു രാഷ്ട്രീയം, അതും ഒരു രാഷ്ട്രീയമാണ്. തെരുവീതിയിൽ അടിയുണ്ടാക്കുന്നത് മാത്രമാണ് രാഷ്ട്രീയം. തെരുവീതിയിൽ ജീപ്പ് കത്തിക്കലും ബസ് പൊളിക്കലുമാണ് രാഷ്ട്രീയം എന്ന് ചിന്തിക്കരുത്. അതിനപ്പുറത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന, സാധാരണ ജനങ്ങളുമായി സമ്പർക്കം നടത്തുന്ന, സാധാരണ ജനങ്ങളുടെ വീടുകളിൽ പോയി സമ്പർക്കം നടത്തുന്ന, ഈ രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പരിപാടിയാണ് BJP സംഘടിപ്പിക്കുന്നത്. അതല്ലാതെ അവിടെ ഇവിടെ നിന്ന് കരിങ്കടി ഉയർത്തി തലപൊളിച്ച് പോലീസുകാരനെ ചവിട്ടും കൊണ്ട് ആ ജനറൽ ആശുപത്രിയിൽ കിടക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയല്ല ഇപ്പം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതാണ് വളരെ കൃത്യമായി എനിക്ക് പറയാനുള്ളത്. പക്ഷെ BJP ഒന്നും സംഘടിപ്പിക്കുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതിശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ, അതിശക്തമായിട്ടുള്ള സമരങ്ങൾ, അതിശക്തമായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ എല്ലാം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അങ്ങ് കാണാതെ പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സമയപരിമിതി മൂലം ചർച്ചയോട് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നവകേരള സദസ്സിന് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സദസ്സ് നടക്കുന്ന ഇടങ്ങളിലെ ജീർണാവസ്ഥയിലുള്ള മതിലുകൾ പൊളിക്കുമെന്ന ഒരു ഉറപ്പ് തന്നിരുന്നില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഇടതുമുന്നണിയുടെ പ്രതിനിധി, ഇടത് സഹയാത്രികൻ പറഞ്ഞത് ജീർണാവസ്ഥയിലായതുകൊണ്ടാണ് ഈ മതിലുകൾ പൊളിക്കുന്നതെന്നാണ്. പക്ഷേ എങ്കിലും ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ നവോത്ഥാന മതിൽ പണിഞ്ഞവരാണ്. ഇപ്പോഴിതാ ഒരു ഭാഗത്ത് മതിൽ പൊളിച്ചുകൊണ്ടാണ് ഈ നവകേരള യാത്ര മുന്നോട്ട് പോകുന്നത്. ഇത് പ്രഹസനമാണ്, ഇത് പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.